അവിടെ എങ്ങും എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഉണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരത്ത് തന്നെ കാണും. ഈ 15-ാം തീയതിക്ക് ശേഷവും ഇത് വീണ്ടും ഫർദറായിട്ടുള്ള അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി വരും. ആ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് മിണ്ടാതിരിക്കുന്നതാണ് പോലീസിന് ബുദ്ധി. ഇപ്പോഴത്തെ കേസിനകത്ത് വാദിയില്ല. ഇതുവരെ അങ്ങനെ ഒരു വാദിയില്ലാതെ എങ്ങനെയാണ് കേസെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി അടുത്ത് പോയി പരാതി പറഞ്ഞ് കേസെടുക്കാൻ ഡയറക്ഷൻ വാങ്ങിക്കാൻ ഒരു പ്രൊവിഷൻ ഇന്ത്യയിലെ ഒരു നിയമവ്യവസ്ഥയിലും ഇല്ല. അങ്ങനെയുള്ള കേസുകളിൽ ഒരു പ്രിലിമിനറി എൻക്വയറി എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കണ്ടെത്തിയ ശേഷം മാത്രമേ കേസെടുക്കാവുള്ളൂ എന്ന് നിയമപുസ്തകത്തിൽ പറയുന്നുണ്ട്. പോലീസ് എടുത്തു ചാടി രണ്ടാമത്തെ കേസിൽ FIR ഇട്ടു. അതുകൊണ്ട് ചാടിക്കയറി ആ കേസിനകത്ത് കയറി അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോലീസിന് പണി വരും തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. 23-കാരിയെ ബലാത്സംഗം ചെയ്തുവെന്ന രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ വിശദമായ വാദത്തിനായി സെഷൻസ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഹർജിയിൽ പ്രോസിക്യൂഷന്റെ നിലപാട് തേടിയ കോടതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ഹർജിയിൽ വിധി വരുന്നതുവരെ അറസ്റ്റ് തടയണമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. FIR നിലനിൽക്കില്ല എന്നും പരാതിക്കാരി ഇല്ലാത്ത FIR ആണ് ഇതെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ വാദിച്ചത്. KPCC പ്രസിഡന്റിന് ലഭിച്ചത് ഇമെയിൽ സന്ദേശം മാത്രമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുള്ള ഒരു കേസാണ് ഇതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചു. ഇത് 2023 പരാതിയാണെന്നും KPCC പ്രസിഡന്റിന് പരാതി കിട്ടിയതുകൊണ്ടല്ലേ രാഷ്ട്രീയമായത് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ആദ്യം പരാതി ലഭിച്ച ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് രണ്ടാമത്തെ കേസിൽ മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഫയൽ ചെയ്തത്. തിങ്കളാഴ്ചക്കകം കേസിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. രാഹുലിനെ അറസ്റ്റ് ചെയ്യുമോ പോലീസ്? റിട്ടയർഡ് SP ജോർജ് സാർ ഒപ്പമുണ്ട്. ജോർജ് സാർ, രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ആദ്യം രജിസ്റ്റർ ചെയ്ത പീഡന കേസിൽ ഹൈക്കോടതി 15 വരെ അറസ്റ്റ് തടഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് രണ്ടാമത്തെ കേസിൽ, അതായത് ബാംഗ്ലൂരിൽ താമസിക്കുന്ന മലയാളിയായ 23-കാരിയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് അഡീഷണൽ സെഷൻസ് കോടതി തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിൽ അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. അപ്പോൾ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്യുമോ രണ്ടാമത്തെ കേസിൽ? അതിനുള്ള സാധ്യത കുറവാണ്. കാരണം ഒന്ന്, മാങ്കൂട്ടനെ കണ്ടെത്തണമല്ലോ. പോലീസ് മാങ്കൂട്ടം എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തെ അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്ത് പൊളിറ്റിക്കലായിട്ട് ഒരു ഗെയിൻ സമ്പാദിക്കാൻ പോലീസ് പോകുന്നത് ശരിയല്ല. കാരണം ആദ്യത്തെ കേസിനകത്ത് നമുക്ക് കണ്ടല്ലോ, അതിനകത്ത് റേപ്പ് നിലനിൽക്കത്തില്ല എന്ന് നമ്മളെപ്പോലുള്ളവരും പറഞ്ഞ് പല ആൾക്കാരും അത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അത് ശാസ്ത്രങ്ങൾ അജിത്ത് അത് തന്നെയാണ് വാദഗതി ഇവിടെ ഉന്നയിച്ചത്. പക്ഷേ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി ജാമ്യം കൊടുത്തില്ല. അതേസമയത്ത് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജി പറഞ്ഞു അത് റേപ്പ് നിലനിൽക്കത്തില്ല എന്നുള്ള കാര്യം. അതൊരു കൺസെൻഷ്യൽ റേപ്പാണ്, സമ്മതത്തോടുള്ള റേപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗം മാറിക്കിട്ടി. പിന്നെ അതിൻ്റെ കൂടെ മിസ്കാരേജിൻ്റെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും അത് ജാമ്യം കൊടുക്കേണ്ടതായിരുന്നു ഇവിടെ. കാരണം ആ മിസ്കാരേജ് എന്ന് പറയുന്ന ഒരു ആരോപണം പറഞ്ഞെന്നേ ഉള്ളൂ. അതിനുള്ള മെഡിക്കൽ എവിഡൻസ് ഒന്നും ഇല്ല. ഏതോ ഹോസ്പിറ്റലിൽ പോയെന്നും അതിനകത്ത് രാഹുൽ മാങ്കൂട്ടം ഗുളിക കൊടുത്തെന്ന് എവിഡൻസ് ഇല്ല. പിൽസ് കൊടുത്തെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സഹായി കൊണ്ട് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് ഡയറക്റ്റായിട്ട് ഒരു ഇൻവോൾവ്മെൻറ്റ് അതിനകത്ത് കണ്ടില്ല. അപ്പോൾ അതുകൂടെ കൊടുക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഹൈക്കോടതി ഇന്ന് അത് ഫയലിൽ എടുത്തു. അപ്പോൾ തന്നെ 15-ാം തീയതി വരെയുള്ള അറസ്റ്റ് തടഞ്ഞു. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഭരണഘടനാ ബെഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഭരണഘടനാ ബെഞ്ചാകുമ്പം തീർച്ചയായിട്ടും അത് കൃത്യമായ കാര്യങ്ങൾ നോക്കി കോൺസ്റ്റിറ്റ്യൂഷൻ തീർച്ചയായിട്ടും നോക്കും. അതിൻ്റെ അനുസരിച്ച് മാത്രമേ കോടതി അതിൻ്റെ ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുള്ളൂ. അതുകൊണ്ട് വിത്ത് കൺസെൻറ്റോട് കൂടിയാണ് ആ സെക്സ് എന്നുള്ള കാര്യം കോടതിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഭാഗത്ത് ഒന്നും ആ ഭാഗത്തെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. രണ്ടാമത് ഇപ്പോൾ മിസ്കാരേജിൻ്റെ കാര്യമാണ്. അത് എന്തായാലും ഭരണഘടനാപരമായി ഇപ്പം സുപ്രീം കോടതി വരെ ഇതുപോലെയുള്ള സെക്ഷൽ ഉള്ള പ്രശ്നത്തിൽ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അത് തമ്മിൽ രണ്ടുപേരും സംസാരിച്ച് മീഡിയേഷൻ്റെ വിട്ട് അങ്ങനെ തീർക്കണമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രീം കോടതി അങ്ങനെ ഒരു നിരീക്ഷണം നടത്തിയത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ സെക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ റേപ്പിൻ്റെ പരിധിയിൽ വരുന്നത് എൻറ്റയർലി ഡിഫറൻറ്റ് സാഹചര്യത്തിൽ തന്നെയാണ്. മൈനർ കുട്ടികളെ കൺസെൻറ്റ് ഇല്ലാതെ
അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില കള്ളന്മാരും അങ്ങനെയുള്ളവർ വന്ന് ചിലർ ദുരിതശത്തോടെ വന്ന് ചിലരെ റേപ്പ് ചെയ്തു പോകുന്നു. അങ്ങനെയുള്ള കേസിൽ 376 കൃത്യമായിട്ട് നിലനിൽക്കും. അല്ലാതെ ഇങ്ങനെ പരിചയക്കാരും അടുപ്പക്കാരും സ്നേഹിച്ച് എപ്പോഴും ഒന്നിച്ച് നടക്കുകയും ഒന്നിച്ച് സിനിമ കാണുകയും പോകുന്നവരൊക്കെ അതിനൊക്കെ റേപ്പ് നിലനിൽക്കില്ല എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഭരണഘടനാ ബെഞ്ചിന് അത് കൃത്യമായ അവർക്ക് അതിൻ്റെ ഡയറക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ 15-ാം തീയതിക്ക് ശേഷവും ഇത് വീണ്ടും ഫർദറായിട്ടുള്ള അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി വരും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അതിൻ്റെ അകത്ത് കൃത്യമായ ഒരു ജഡ്ജ്മെൻറ്റ് വരുന്നിടം വരെ പോലീസ് അതിനകത്ത് ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പോലീസ് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കരുത്, എടുത്ത് ചാടരുത്. കാരണം കോടതിയുടെ പരിഗണനയിലെ അതേ മാറ്റർ പോലൊരെണ്ണം ഇപ്പോഴിവിടെ രണ്ടാമതൊരു കേസ് എടുത്തു വെച്ചാൽ അതിന് വാദിയില്ല. അതുകൊണ്ട് ആ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് മിണ്ടാതിരിക്കുന്നതാണ് പോലീസിന് ബുദ്ധി. പക്ഷേ ആദ്യ കേസിൽ അറസ്റ്റ് തടഞ്ഞതോടെ രണ്ടാമത്തെ കേസിൽ കുടുക്കാനുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 10 ദിവസമായി മാങ്കൂട്ടത്തിൽ ഒളിവിലുമാണ്. രാഹുലിനെ കണ്ടെത്തിയാൽ ഈ രണ്ടാമത്തെ കേസ് ഉപയോഗിച്ച് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലേ? അതിന് തടസ്സമുണ്ടോ? അതിന് തടസ്സമുണ്ട്. എന്തിനാണ് കോടതിയെ നമ്മൾ വീണ്ടും വീണ്ടും ഡിസ്റ്റർബ് ചെയ്യുന്നത്? കോടതി സമാനമായ ഒരു കേസിനകത്ത് ഒരു തീരുമാനം പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴത്തെ കേസിനകത്ത് വാദിയില്ല. ഇതുവരെ അങ്ങനെ ഒരു വാദിയില്ലാതെ എങ്ങനെയാണ് കേസെടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. പോലീസ് അടുത്ത കാലത്ത് വളരെയധികം കേസുകൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്. അത് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ്. ഒരു കേസ് എടുക്കണമെന്നുണ്ടെങ്കിൽ 154 CRPC അല്ലെന്നുണ്ടെങ്കിൽ 173 BNSS പറയുന്നത് എന്താണ്? SHOയുടെ മുമ്പായി പോകണം. നിങ്ങളുടെ എല്ലാ വീടിൻ്റെ അടുത്തും പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെ പോയി അവിടുത്തെ SHOയുടെ മുമ്പിൽ മൊഴി കൊടുക്കുക, കേസെടുക്കുക. അതിനുശേഷം അത് കേസെടുത്തില്ലെങ്കിൽ നേരെ SP-ക്ക് അല്ലെങ്കിൽ കമ്മീഷണർക്ക് കൊടുക്കുക. അവിടെ അതില്ലെങ്കിൽ പിന്നെ കോടതി പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. മുഖ്യമന്ത്രി എടുത്ത് പോയി പരാതി പറഞ്ഞ് കേസെടുക്കാൻ ഡയറക്ഷൻ വാങ്ങിക്കാൻ ഒരു പ്രൊവിഷൻ ഇന്ത്യയിലെ ഒരു നിയമവ്യവസ്ഥയിലും ഇല്ല. ഇവിടെ ആദ്യത്തെ പരാതിക്കാരി അല്ലെങ്കിൽ അതിജീവിത മുഖ്യമന്ത്രിക്കാണ് പരാതി നൽകിയത്. സാർ നേരത്തെ ചെയ്ത വീഡിയോയിൽ കൃത്യമായി സൂചിപ്പിച്ചു, ആദ്യം പരാതി കൊടുക്കേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ കേസെടുത്തില്ലെങ്കിൽ ജില്ലാ പോലീസ് മേധാവിക്ക്, അവിടെയും കേസെടുത്തില്ല എങ്കിൽ കോടതിയിൽ പോകണമെന്ന്. അതാണ് നിയമം എന്നൊക്കെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇവിടെ ബംഗളൂരു സ്വദേശിയായ യുവതി KPCCക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. ആ പരാതിയാണ് പിന്നീട് DGPക്ക് കൈമാറിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ബലാത്സംഗ കേസും എടുക്കുന്നത്. അപ്പോൾ ഈ കേസിലും ആദ്യത്തെ കേസ് പോലെ അറസ്റ്റ് തടയാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. കാരണം അതും പാടില്ലല്ലോ. KPCC പ്രസിഡന്റിനോ അല്ലെങ്കിൽ CPM പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്കോ അല്ലെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിമാർക്കോ അവരൊന്നല്ല നമ്മൾ കേസ് കൊടുക്കുക. അതിന് കൃത്യമായ ഇന്ത്യൻ നിയമങ്ങൾ അത് പറയുന്നുണ്ട്. നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ അതിനകത്തൊരു കോഗ്നിസൻസ് എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ എടുക്കാവുന്ന കുറ്റത്തിൻ്റെ വകുപ്പിൽ വരുന്നെങ്കിൽ പോലീസ് അത് എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഒരു റേപ്പ് ഉണ്ടായി കുറേ ദിവസം കഴിഞ്ഞ് 10, 20 അല്ലെങ്കിൽ 30 ദിവസം അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞ് ഒരു റേപ്പ് ഉണ്ടായെന്ന് പോയി പരാതി പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് പരാതി പറയാത്തത്? അങ്ങനെയുള്ള കേസുകളിൽ ഒരു പ്രിലിമിനറി എൻക്വയറി എന്ത് സാഹചര്യത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് കണ്ടെത്തിയ ശേഷം മാത്രമേ കേസെടുക്കാവുള്ളൂ എന്ന് നിയമപുസ്തകത്തിൽ പറയുന്നുണ്ട്. ഈ ആദ്യത്തെ കേസ് ഉഭയകക്ഷി സമ്മതപ്രകാരം എന്ന് പറയുന്നു. രണ്ടാമത്തെ കേസിൽ വിവാഹ വാഗ്ദാനം നൽകി ക്രൂരമായി ബലാത്സംഗം ചെയ്തുവെന്ന പരാതിയാണ് യുവതി ഉന്നയിച്ചിരിക്കുന്നത്. ഈ കേസിൽ കൂടുതൽ കടുപ്പമുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാൽ അത് മാങ്കൂട്ടത്തിലിന് കുരുക്കാകില്ലേ? അത് ഇതുവരെ കുരുക്കായില്ലല്ലോ. കാരണം ആ കുട്ടി ആരാണെന്ന് ഇതുവരെ അറിഞ്ഞുകൂടാ. ബാംഗ്ലൂർ ഒരാൾ പറഞ്ഞ് അവരൊരു പരാതി റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടില്ല. അവർ പരാതി റിട്ടേൺ ആയിട്ട് കൊണ്ട് SHOയ്ക്കാണ് കൊടുക്കേണ്ടത്. അവർ KPCC പ്രസിഡന്റ് കൊടുത്താലൊന്നും അത് ഇവിടെ കേസെടുക്കാനായിട്ട് SHO തയ്യാറാകരുതെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെയല്ലല്ലോ അത് വരേണ്ടത്. അത് കൃത്യമായി അവർക്ക് പരാതി ഉണ്ടെങ്കിൽ അവരത് പറയണം. രണ്ടാമത് അവർ വളരെ നാളുകൾക്ക് മുമ്പുള്ള ഒരു പരാതിയാണ് പറയുന്നത്. 2013 പരാതി പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ അതിലൊരു പ്രിലിമിനറി എൻക്വയറി നടത്തിയ ശേഷമേ FIR ഇടാൻ പാടുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അത് പോലീസ് എടുത്തു ചാടി രണ്ടാമത്തെ കേസിൽ FIR ഇട്ടു. അതുകൊണ്ട് ചാടിക്കയറി ആ കേസിനകത്ത് കയറി അങ്ങ് അറസ്റ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പോലീസിന് പണി വരും തന്നെയാണ് എൻ്റെ കണക്കൂട്ടൽ. ഈ പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെയുണ്ടെന്നറിയുന്ന ഒരേ ഒരാൾ മുഖ്യമന്ത്രിയാണ് എന്ന് കോൺഗ്രസും, രാഹുലിനെ ഒളിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് തിരിച്ച് മുഖ്യമന്ത്രിയും പരസ്പരം പഴിചാരുമ്പോൾ 10ാം ദിവസവും രാഹുലിനെ പിടിക്കാൻ പോലീസിന് കഴിയാതിരുന്നത് എന്തുകൊണ്ടാണ്? പോലീസിന് വെട്ടിച്ചു കഴിയാൻ മാത്രം സഹായം മാങ്കൂട്ടത്തിന് ലഭിക്കുന്നുണ്ടോ? രണ്ടു കൂട്ടരും പറയുന്നത് ശരിയല്ല. അത് രാഷ്ട്രീയപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിയായിരുന്ന കാര്യങ്ങളല്ലേ.
അതിനെപ്പറ്റി ഞാനൊന്നും പറയുക, അത് അവർ രാഷ്ട്രീയപരമായിട്ട് പറയണം, അത് പറഞ്ഞുകൊണ്ടിരിക്കണം, അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ ചാഞ്ചാടും. പക്ഷേ നിയമപരമായി നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവർ രണ്ടുപേരുമല്ല, ആ രാഹുൽ മാങ്കൂട്ടം ഒളിവിലാണ്. അതിന് ഇവിടെ കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവർ സൗത്ത് ഇന്ത്യയിലെ അവർ കോയമ്പത്തൂർ, ബാംഗ്ലൂർ, ബാംഗ്ലൂർ, അങ്ങനെ പല സ്ഥലങ്ങളിൽ കറങ്ങി നടക്കുകയാണ്. അവിടെ എങ്ങും എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഉണ്ടെന്ന്. രാഹുൽ മാങ്കൂട്ടം തിരുവനന്തപുരത്ത് തന്നെ കാണും. അയാൾ എന്തിനാ ഒളിക്കുന്നത്? അയാൾ ഒളിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ ധാരണ അതാണ്. അവിടെ ഇവിടെയൊക്കെ ചുമ്മാ പോയത് അവരെ മിസ്ലീഡ് ചെയ്താണ്. ആരെ? പോലീസിനെ മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടം ചിലപ്പോൾ അയാളുടെ ആവശ്യത്തിന് എന്തെങ്കിലും കാർ ആരെങ്കിലും കയറി എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും, അതിൻ്റെ പിന്നാലെ അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അതല്ല, അയാൾ ബുദ്ധിയുള്ള ആളാണ്, നല്ല കഴിവുള്ള ആളാണ്. ഇങ്ങനത്തെ സിറ്റുവേഷൻ ധാരാളം അയാൾ ഫേസ് ചെയ്തിട്ടുണ്ട്. 30-35 വയസ്സുള്ളെങ്കിൽ അദ്ദേഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വ്യക്തിയാണ്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സായ MLA-മാർ വളരെയധികം ഇതുപോലെ കഴിവുള്ളവരുണ്ട്. CPM-ലും ഉണ്ട്, കോൺഗ്രസ്സിലും ഉണ്ട്, കഴിവുള്ള ധാരാളം MLA-മാരുണ്ട്. പക്ഷെ ഇവിടെ കോൺഗ്രസ്സിൽ ചില തലമൂത്ത ആൾക്കാർ, 3-4 പേര് നേതാക്കന്മാർ, അവർ കോൺഗ്രസിൻ്റെ കാര്യം നിശ്ചയിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അവരുടെ കീഴിലുള്ള യങ്സ്റ്റേഴ്സ് MLA-മാരൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ചാടിപ്പോവും. അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിളാണ് ഇപ്പം നടന്നത്. കാരണം അവർക്ക് അണികളില്ല, അത് നമ്മൾ മനസ്സിലാക്കണം. രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിൽ, അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മകന് മാത്യു കുഴൽനാടന്, വി കെ ശ്രീകണ്ഠന്, അടൂർ പ്രകാശ്, ഇവർക്കൊക്കെ അണികളുണ്ട്. അപ്പോൾ അത് നമ്മൾ അതുകൊണ്ട് ഇവർ ഈ സീനിയർ ഉദ്യോഗസ്ഥന്മാർ എന്തുകൊണ്ട് അത് മനസ്സിലാക്കുന്നില്ല? അവർ ഒറ്റപ്പെട്ടു പോകുന്നതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാലക്കാട്ട് അദ്ദേഹം ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു നമ്മൾ വിചാരിച്ചോണം. അവിടെ അദ്ദേഹം 18,000-20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അവിടുത്തുകാരനല്ല, അടൂർകാരനാണ്. പക്ഷെ അതിൻ്റെ വ്യത്യാസം കണ്ടില്ലേ? അത് ആ ചെറുപ്പക്കാരുടെ ബുദ്ധിയും ശക്തിയും പ്രവർത്തന മേഖല ഇപ്പം അവരെ അങ്ങനെ വിപുലീകരിച്ചു പോയിരിക്കുകയാണ്. ഷാഫി പറമ്പിൽ ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതുപോലെ വി കെ ശ്രീകണ്ഠനെ എന്തുകൊണ്ട് ആദ്യം മുതൽ ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നു? അതുപോലെ നമുക്കറിയാം ഈ KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ സീനിയറായ ചില 3-4 മുൻ KPCC പ്രസിഡന്റുമാരും ഒക്കെ അവർക്കൊന്നും അണികളിപ്പില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം അവർ പറയുന്നതനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് കേന്ദ്രത്തിലുള്ള കോൺഗ്രസ് അവിടുത്തെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ കേൾക്കുന്നല്ലാതെ ഇവിടെ രംഗത്ത് അല്ലെങ്കിൽ ഫീൽഡിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിവുള്ളതും ഓരോ കാര്യങ്ങളും ഏറ്റെടുത്താൽ അതിൻ്റെ അവസാനം വരെ കൂടെ നിൽക്കാൻ കഴിവുള്ള ചെറുപ്പക്കാർ കോൺഗ്രസ്സിൽ ഇപ്പം ധാരാളമുണ്ട്. അതുകൊണ്ടാണ് ഇവർക്ക് ഇത്ര സപ്പോർട്ട്. അതുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയാലും ശരി, ഇനി എവിടെയെങ്കിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്നാൽ ഷാഫി പറമ്പിലും അതുപോലെ തന്നെ ഈ നമ്മുടെ കഥാപാത്രവും കൃത്യമായി ജയിച്ചു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ കുറേ കോൺഗ്രസിലെ നല്ല കുറച്ച് MLA-മാരെ നോക്കി വെച്ചിട്ടുണ്ട്. വിഷ്ണുനാഥ് ഉണ്ട്, മാത്യു കുഴൽനാടനുണ്ട്, ചാണ്ടിയുമ്മനുണ്ട്. അവരൊക്കെ നല്ല ഭൂരിപക്ഷത്തോടെ പാർട്ടിയിൽ നിന്ന് വെളിയിൽ കളഞ്ഞാലും ജയിച്ചു വരുന്നവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അത് തന്നെയല്ല, അടൂർ പ്രകാശ് എന്ന് പറയുന്ന ആൾ ഈ ചെറുപ്പക്കാരുടെയൊക്കെ നേതാവായിട്ട് ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ സീനിയറായ ആൾക്കാർ ഇനി ഫീൽഡിൽ നിന്ന് ജയിച്ചു വരുമെന്ന് എനിക്ക് സംശയമാണ്. അടൂർ പ്രകാശിനെ പോലെയുള്ള ആൾക്കാരൊക്കെ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തിനുള്ള കാൻഡിഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ എല്ലാ ജൂനിയറായ MLA-മാരും അദ്ദേഹം പറയുന്ന പോലെ തന്നെ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് CPM-ലും കുറേ ചെറുപ്പക്കാരായ നല്ല വസ്തുനിഷ്ഠമായിട്ട് കാര്യങ്ങൾ വിശകലനം ചെയ്യാൻ കഴിവുള്ളതും ആൾക്കാരെ സഹായിക്കുന്ന വളരെ ചുരുക്കമുള്ളൂ. അങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അവർ പിന്നോക്കം പോകുമെങ്കിലും അവരും കുറേ നല്ല ആൾക്കാർ കേരളത്തിലുണ്ട്. അവർ അടിപിടി ഉണ്ടാക്കാനോ കുത്തുംവെട്ട് ഉണ്ടാക്കാനൊന്നും പോവില്ല. അവർ അണികളുടെ കൂടെ ഞാൻ പല CPM MLA-മാരെ കാണുമ്പം എത്ര സ്നേഹത്തോടും ബഹുമാനത്തോടെയാണ് അവരുടെ ഓരോ വില്ലേജുകളിൽ ചെല്ലുമ്പം അവരോട് സ്വീകരിക്കുന്നത്. അത് തന്നെയാണ് കോൺഗ്രസ്. കാരണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇലക്ഷനിൽ പഞ്ചായത്ത് ഇലക്ഷൻ ആയാലും ശരി, കോർപ്പറേഷൻ ഇലക്ഷനായാലും ജയിച്ചു വരികയുള്ളൂ. അത് കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പഠിക്കാനും ഓരോരുത്തരെ നിരീക്ഷിക്കാനും അവരെ അസസ് ചെയ്യാനുള്ള കഴിവുകൾ ഇന്ന് മലയാളിക്കുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും താഴെ കിടയിൽ കിടക്കുന്ന ആളാണെന്ന് നമ്മൾ വിചാരിക്കുന്നവർ തന്നെ നമ്മളേലും കുറച്ചുകൂടെ കൂടുതൽ ഹയർ ലെവലിലാണ് രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും അവർ ചിന്തിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. കാര്യം കേരളത്തിലുള്ള ജനങ്ങളെല്ലാം ഇങ്ങനെയുള്ള ചിന്താധാരയിൽ വളരെയധികം അഡ്വാൻസ്ഡ് ആണ്. അത് ഇന്ത്യയിലെ മറ്റ് സ്റ്റേറ്റുകളെ കാട്ടിലും
ഒരു വ്യതിരക്തത ഓരോ പൗരന്മാരും കേരളത്തിലുള്ളവർ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണാം. നമ്മളിവിടെ മഹാന്മാർ ധാരാളം പേര് ഉണ്ടായിരിക്കുന്ന അടിസ്ഥാനം അതുകൊണ്ടാണ്. കാരണം ഇന്റലക്ച്വൽ എല്ലാ വീടുകളിലും ഇന്റലക്ച്വൽ ജയൻസ് ഉണ്ട്. അവരെല്ലാം വിദേശത്ത് പോയി പഠിക്കുന്നുണ്ട്, വരുന്നുണ്ട്. കാരണം ആ ലെവലിലോട്ട് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പാർട്ടിയിൽ നിന്ന് എടുത്ത് വെളിയിൽ കളഞ്ഞിട്ടും അദ്ദേഹത്തിന് അതുപോലെയുള്ള പിന്തുണകൾ കാണുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് ധാരാളം പേരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർ ചില ആൾക്കാരൊക്കെ വഴിവിട്ട് സംസാരിച്ച് ചിലപ്പം തെറിയും ചീത്തയൊക്കെ പറയുന്നുണ്ടെങ്കിലും ഒരു 90% സോഷ്യൽ മീഡിയക്കാർ നല്ല ഉദ്ദേശത്തോടുകൂടിയാണ് അതിനകത്ത് കമൻ്റ് ഇടുന്നതും അതിനകത്ത് പ്രവർത്തിക്കുന്നതും. അതുകൊണ്ട് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വഭാവം രാഷ്ട്രീയക്കാരെ ഉപേക്ഷിക്കണം. കാരണം ഇന്ത്യയുടെയും ലോകത്തിൻ്റെ സ്ഥിതി അതാണ്. നമ്മൾ ആലോചിച്ചോണം, നേപ്പാളിൽ സംഭവിച്ചത് അവിടുത്തെ സോഷ്യൽ മീഡിയക്കാരാണ് അധികാരത്തിൽ നിന്ന് അവരെ ഒരു ദിവസം കൊണ്ട് പുറത്താക്കിയത്. ലോകം മുഴുവൻ അത് പടർന്നു പിടിച്ചിരിക്കുക. അതുകൊണ്ട് അതിൻ്റെ ഒരു തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിലുള്ളൊരു അംശം കേരളത്തിൽ ഉണ്ട് എന്ന് ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാവരും ചിന്തിക്കുന്നതാണ്. കാരണം ചെറുപ്പക്കാർ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും അവർ അണികളെ ചേർത്ത് നിർത്തുന്നതും. അതുകൊണ്ടാണ് ഞാൻ ഈ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഒരു ഒബ്സർവേഷനാണ് അതൊക്കെ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കുന്നത്. ഈ ലൈംഗിക പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത് വോട്ടിംഗിലേക്ക് നീങ്ങുമ്പോൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗിലേക്ക് നീങ്ങുമ്പോൾ രാഹുലിന് ആശ്വാസവും ഒപ്പം തന്നെ കോൺഗ്രസിന് ഒരു പരിധിവരെ അത് രാഷ്ട്രീയ തിരിച്ചടികൾക്കിടയിലും ഇടക്കാല ആശ്വാസമാവില്ലേ? തീർച്ചയായിട്ടും അത് കോൺഗ്രസിന് തിരിച്ചടി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന്റെ ഗുണം കിട്ടുന്നത് CPM-നാണ്. കാരണം നമ്മൾ പലരും തമാശ രീതി പലരും പറയും മൂന്നാമതും CPM വരുമെന്ന്. കാരണം കോൺഗ്രസിലെ സീനിയർ നേതാക്കന്മാരുടെ പ്രവർത്തനം അവരുടെ അണികൾ അംഗീകരിക്കുന്നില്ല. അവരിപ്പം ഗാന്ധിയൻ ചിന്തയിൽ തന്നെയാണ് നിൽക്കുന്നത്. അതൊന്നും ഇനി ഇന്ത്യയിൽ വില പോകില്ല. ഗാന്ധിജിയെ നമ്മളെല്ലാവരും ആരാധിക്കുന്നു, നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ വായിക്കുന്നു. നല്ല കാര്യം തന്നെയാണ്. ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഒരു കൺട്രിയിൽ ഗാന്ധിജിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അത് നമ്മൾ ആ ലെവലിൽ ചെന്ന് കഴിയുമ്പം നമുക്ക് അങ്ങനെ ചിന്തിക്കാം. പക്ഷേ താഴെക്കടയുള്ള ആൾക്കാർക്കൊക്കെ ഗാന്ധിസം പറഞ്ഞു കൊടുത്താലൊന്നും ഇപ്പോൾ അത് വില പോവില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ നമ്മൾ ഇത്ര ആരോപണം വന്നിട്ടും പിന്തുണ ഓരോ ദിവസം ചെല്ലുന്തോറും ഇയാൾക്ക് കൂടി വരുന്നത് നമ്മൾ കാണുന്നില്ലേ. അതുകൊണ്ട് അങ്ങനെ ഇവരെയെങ്കിലും പടിക്ക് പുറത്താക്കാവുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയും. പക്ഷെ ജനങ്ങൾ ഇവരെ പടിയിൽ നിന്ന് പുറത്താക്കത്തില്ല എന്നാണ് ഞാൻ കരുതുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഒരു പീഡന കേസ് പ്രതിയാണ്, MLA എന്നത് മാറ്റിവെക്കാം. എന്നിട്ടും ഇത്ര വലിയൊരു പീഡന കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിന് എങ്ങനെയാണ് ഇത്രയും അധികം ജനപിന്തുണ ലഭിക്കുന്നത്? അത് മാങ്കൂട്ടം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ അടൂർകാരനായ അയാൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന അയാളെ ഒരു സ്ട്രേഞ്ച് ആയ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുപോയി പാലക്കാട് ഇട്ടു. അത് ഷാപ്പി പറമ്പിലാണ് അതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് അവിടെ കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അടൂർ പ്രകാശും അതിനകത്ത് നല്ലൊരു റോളുണ്ട് ഈ പയ്യനെ അവിടെ കൊണ്ടുവന്ന്. കാരണം ആ പയ്യനെ പറ്റി ഇവർ പഠിച്ചിരിക്കുന്നു. മറ്റു ചില കാര്യങ്ങളിലൊക്കെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. അതിപ്പം ചെറുപ്പക്കാർ 19 വയസ്സുള്ളവരെല്ലാം ഇതേ രീതിയിലുള്ള സോഷ്യലൈസ്ഡ് ആയിട്ട് ഇതേ രീതിയിലുള്ള പ്രവർത്തനത്തിൽ അവർ പോകും. അത് നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റില്ല. അത് എത്ര ഉന്നതരായാലും ശരി ആ രീതിയിലൊക്കെ നീങ്ങുന്ന പലരും ഉണ്ട്. പക്ഷേ അത് പരാതി വരുമ്പോഴാണ് നമ്മൾ ഇതേപ്പറ്റി കൂടുതൽ ബോധവരാകുന്നത്. കാരണം സുപ്രീം കോടതി കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യം അത് ഞാൻ വീണ്ടും കൂടെ പറയുന്നതിൻ്റെ കാരണം അതാണ്. സുപ്രീം കോടതി ജഡ്ജി പറഞ്ഞത് IT മേഖലയിൽ ഉണ്ടായിരുന്ന ഒരാൾ അയാളുടെ കീഴിലുള്ള ജീവനക്കാരിയോട് ചില അവിശുദ്ധ ബന്ധങ്ങളൊക്കെ ഉണ്ടായി, അതിനെ സംബന്ധിക്കുന്ന കേസായി, റേപ്പ് കേസായി. പക്ഷെ സുപ്രീം കോടതി ഇപ്പം പറഞ്ഞത് എന്താണ്? കാരണം അത് കൺസെൻഷ്വൽ ആയിട്ടുള്ള ഒരു സെക്ഷൽ ആക്ടിവിറ്റി ആയതുകൊണ്ട് അവരുണ്ട് ഒരു മീഡിയേഷൻ ഇത് സംസാരിച്ച് അതങ്ങ് സെറ്റിൽ ചെയ്യാനായിട്ട് ഒരു ജഡ്ജ്മെന്റ് കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി. അപ്പോൾ കാര്യങ്ങൾ എങ്ങനെയാണ് പോകുന്നത് ഇത് മനസ്സിലാക്കണം കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും. എങ്ങനെയാണ് രാജ്യം പോകുന്നതെന്നും ആ രാജ്യത്തിലെ ചെറുപ്പക്കാർ എങ്ങനെയാണ് സഞ്ചരിക്കുന്നതെന്നും സംസാരിക്കുന്നതെന്നും അതൊക്കെ നമ്മളൊന്ന് പഠിച്ചെങ്കിൽ മാത്രമേ രാഷ്ട്രീയത്തിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ ഒക്കുള്ളൂ. ആദർശം പറഞ്ഞു പിടിച്ചു നിൽക്കാനായിട്ട് കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിലേക്ക് തെരഞ്ഞെടുപ്പ് ചർച്ച വരാതിരിക്കാൻ സർക്കാർ നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോയോ? അങ്ങനെ നമുക്ക് ചിന്തിക്കാമോ? അത് ആയിരിക്കാം സാധ്യതയുണ്ട്. കാരണം അതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതുപോലെ തന്നെ ഒരു ലേഡിയുടെ പ്രശ്നം ഉയർത്തിക്കൊണ്ട് എതിർപക്ഷത്തെ അടിക്കാവുന്ന നേരത്തെ നമ്മൾ സരിത കേസിലും കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് വളരെ മെച്ചകരമായ ഒരു സംഭവം തന്നെ. അപ്പോൾ അതിൽ നിന്നൊക്കെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്തിരിയണം. സത്യവും നീതിയൊക്കെ കാണിച്ച് തന്നെ മുന്നോട്ട് കഴിവുള്ളത്തോളം പോകുക.
കുട്ടികൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം വഴിമാറിയൊക്കെ പോയി അവരെ നമ്മളോട് ചേർത്ത് നിർത്താനും അവരെ ഉപദേശിച്ച് അവരെ നല്ല ട്രാക്കിലേക്ക് കൊണ്ടുവരാനും സീനിയറായ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാകണം. അതേസമയത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട്, ഇപ്പോഴുള്ള കോൺഗ്രസ്സിലെ സീനിയർ നേതാക്കന്മാർ പലരും ലീഡർഷിപ്പ് കൊടുത്താൽ കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം KPCC പ്രസിഡന്റ് സുധാകരനെ ഉള്ള ഈ കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ കണ്ടല്ലോ. ആ കുട്ടികളെ സംരക്ഷിച്ചുകൊണ്ടാണ് KPCC പ്രസിഡന്റ് ആയിരുന്ന സുധാകരൻ സംസാരിച്ചതൊക്കെ ഞാൻ കേട്ടിരിക്കുന്നത്. അതൊരു സീനിയർ നേതാവിന്റെ ഒരു ഗുണമാണത്. അല്ലാതെ ഒരു പയ്യൻ അവിടെ എന്തെങ്കിലും ഒരു തെറ്റുകുറ്റി കാണിച്ചാൽ അയാളെ അത് പറഞ്ഞ് മനസ്സിലാക്കി ചേർത്ത് നിർത്തി അയാൾക്ക് വാണിംഗ് കൊടുത്ത് അയാളെ മെയിൻ ട്രാക്കിലേക്ക് കൊണ്ടുവരിക. കാരണം കഴിവുള്ള ആൾക്കാരാണല്ലോ, അവരെ നമ്മൾ പുറന്തള്ളരുത്. CPM-ലെ പഴയ ആൾക്കാരും അവർ ചേർത്ത് നിർത്തുന്നതിന്റെ കാരണം എന്താണ്? അവർക്ക് ഫീൽഡിൽ അവർക്ക് നല്ല കഴിവുള്ള ആളാണെന്ന് ബോധ്യപ്പെട്ട് വഴിവിട്ട് അല്പമൊക്കെ അവർ സഞ്ചരിച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാണ്ട് കറക്റ്റ് ചെയ്യാനായിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതേ രീതിയിലൊരു തന്ത്രം തന്നെ വേണം കോൺഗ്രസിലും ചെയ്യാൻ. അതുകൊണ്ട് ഈ രീതിയിലുള്ള പെരുമാറ്റം കാണിച്ച സീനിയർ ലീഡേഴ്സും കേരളത്തിൽ കാണത്തില്ല. ജൂനിയർ ആയിട്ടുള്ള പുറന്തള്ളുന്നവരുടെ ഒരു കാലഘട്ടം തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇനി ഒരു പക്ഷേ മാങ്കൂട്ടത്തിലിനെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്തായാലും കേസ് പറഞ്ഞ് അതിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി അയാൾ ട്രയൽ ഫേസ് ചെയ്യണം, പോകണം. അതിനകത്ത് അങ്ങനെ പ്രശ്നം. കാരണം അത് ഇനി സമൂഹത്തിൽ നമ്മൾ അറിയാമല്ലോ, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതിന്റെ പേര് എത്ര കേസുകളാണ് ഇന്ത്യയിലുള്ളത്. കേരളത്തിൽ തന്നെ എത്ര കേസുകളായി. അതുകൊണ്ട് യഥേഷ്ടം സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തും പറയുന്ന ആൾക്കാർക്കൊക്കെ ഓരോ പാഠങ്ങൾ ലഭിച്ചു തുടങ്ങിയില്ല. സ്ത്രീ ആയാലും ശരി, പുരുഷനായാലും ശരി, അവർക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നമുക്ക് നല്ല രീതിയിൽ വിമർശിക്കട്ടെ, ഒരാൾ നന്നാകാൻ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ വീക്ഷിക്കട്ടെ. അല്ലാതെ ഒരു വ്യക്തിയെ വിക്ടിമൈസ് ചെയ്ത് അയാളെ നശിപ്പിക്കാൻ അയാളെ ആത്മഹത്യ വക്കീലേക്ക് വിടുന്ന തന്ത്രത്തിലുള്ള സംസാരങ്ങൾ പുരുഷനായാലും സ്ത്രീ ആയാലും പിൻവലിക്കണം. അത് സോഷ്യൽ മീഡിയ നല്ലതല്ല എന്നാണ് ഞാൻ പറയുന്നത്.